ഇടുക്കിയിലെ കൊമ്മിളിയിലെ 5 വയസ്സുകാരനെ പിതാവും രണ്ടാനമ്മയും അതിക്രൂരമായി മുറിവേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. 2013 സംഭവമാണ്. ഏകദേശം 11 വർഷം മുമ്പാണ് ഈ സംഭവം. ഇന്നൊരു 16 വയസ്സ് വരണം ആ കൊച്ചിന്. പക്ഷേ ക്രൂരമായ പീഡനം കാരണം, മുറിവേൽപ്പിച്ച് തലക്കേറ്റ മുറിവ് കാരണം ഇന്നും ബെഡ് റിഡനാണ്. ഒരു സ്ത്രീ ആണ് ആ കുട്ടിയെ നോക്കുന്നത്. ആ കുട്ടിയുടെ തലക്കേറ്റ ക്ഷതം അതുകൊണ്ട് ആ കിടപ്പിൽ തന്നെ കിടക്കുകയാണ്. ഉപ്പുതറ ചപ്പാത്തുകാരനാണ് പിതാവ്. അയാളുടെ 2ാം ഭാര്യയാണ് അനീഷ. ഇവർക്കിപ്പം 3 മക്കൾ വേറെയുമുണ്ട്. കുട്ടിയുടെ പിതാവിൻ്റെ 2ാം ഭാര്യയ്ക്ക് ആ കൊച്ചിനോട് വെറുപ്പ്. സ്വന്തം പിതാവും 2ാം ഭാര്യയും കൂടെ ചേർന്ന് അവരെ അതിക്രൂരമായി ഇരുമ്പ് വടിക്ക് തലക്കടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. കൊല്ലാനുള്ള ശ്രമം, കശാപ്പ് നടത്താനുള്ള ശ്രമം തന്നെ. ഇത് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കേസ് തന്നെയാണിത്. ആ കേസിന് ഇന്ന് കോടതി, ഇടുക്കി ജുഡീഷ്യൽ കോടതി അവരെ 2 പേരെ ഇന്ന് ശിക്ഷിച്ചിരിക്കുകയാണ്. തൻ്റെ സ്വന്തം മകൻ ഷെഫീഖിനെ അതിക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് 7 വർഷം തടവും 6 ലക്ഷം രൂപ പിരിയും വിധിച്ചു. അതുപോലെ തന്നെ 2ാം ഭാര്യ അനീഷയ്ക്ക് 10 വർഷത്തെ തടവാണ് കോടതി കൊടുത്തിരിക്കുന്നത്. തങ്ങളോട് ദയ ഉണ്ടാകണം, തങ്ങൾക്ക് വേറെ കുഞ്ഞു കുട്ടികൾ 3 പേരുണ്ട് എന്നൊക്കെ കോടതി പറഞ്ഞെങ്കിലും ആദ്യത്തെ കുട്ടിയെ കശാപ്പിന് തുല്യമായ രീതിയിലാണ് പരിക്കേൽപ്പിച്ചത്. ആ കുട്ടി ഇപ്പം തൊടുപുഴയിലെ ഒരു അനാഥാലയത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഒരു സ്ത്രീയുടെ സഹായത്തോടുകൂടിയാണ് അതിൽ ജീവൻ നിലനിർത്തുന്നത്. 11 വർഷമായിട്ടും അതേ കിടപ്പാണ്. എങ്ങനെ തോന്നും ഒരു മനുഷ്യക്കുഞ്ഞിനെ ഇതുപോലെ ക്രൂരമായി സ്വന്തം പിതാവും അമ്മയെന്ന് കരുതുന്ന 2ാം ചേർന്ന് മർദ്ദിക്കുന്നതും അതുപോലെ അടിച്ചിത്ര ക്രൂരമായി പരിക്കേൽപ്പിക്കുന്നതും? നമുക്കിത് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. കോടതി തന്നെ നേരിട്ട് ആ കൊച്ചിനെ പോയി കണ്ടു. അതിന് സംസാരിക്കാൻ മേല, അതിന് നടക്കാൻ കഴിയില്ല. ആ ക്രൂരമായ തല പിളരുന്ന രീതിയിലുള്ള ആ മർദ്ദനത്തിന് ശേഷം സംസാരിച്ചാൽ മനസ്സിലാകില്ല. കോടതി അവിടെ പോയി ദുഃഖത്തോടെ ഇതെല്ലാം കണ്ടു. എന്തായാലും ആ കേസിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു. പിതാവിന് മാക്സിമം കഠിന ശിക്ഷ കൊടുത്തു, 7 വർഷം. 2ാനമ്മ ക്രൂരമായി പീഡിപ്പിച്ച ആ കൊച്ചിനെ പീഡിപ്പിച്ച 2ാനമ്മയ്ക്ക് 10 വർഷവും കൊടുത്തു. ശിക്ഷ ഇത് പോരെന്ന് നമുക്ക് തോന്നും. അത്ര ക്രൂരമായ പീഡനമായിരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞിനോട് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത രീതിയിൽ 6 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ ഒരു കൊച്ചിന്, ഇന്ന് ആ കൊച്ചിന് 16 വയസ്സ് പ്രായമായി. പക്ഷേ 4-5 വയസ്സുകാരൻ്റെ ആ സംസാരവും ക്രിയയും നോട്ടവും ഒക്കെ മാത്രമേ ഉള്ളൂ. മനുഷ്യ ജീവന് നിലനിൽക്കുന്നെന്ന് മാത്രം. കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് ക്രൂരമായി പോയി. ആ കുട്ടിക്ക് സർവൈവ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. കോടതി അവിടെ പോയി കുട്ടിയെ നേരിട്ട് കാണേണ്ടി വന്നു. പരിക്കേറ്റ് കഴിഞ്ഞാൽ, പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ റിക്കവർ ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായത്. അതിൻ്റെ തലക്കേറ്റ മാരകമായ പരിക്ക് ഏൽപ്പിച്ചതിൻ്റെ കാരണം കൊലപാതക ശ്രമം തന്നെ, അറ്റംപ്റ്റ് ടു മർഡർ തന്നെ. അതുകൊണ്ട് അത് അമ്മയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് 10 വർഷം കൊടുത്തത്. കൂട്ടുനിന്ന അവരുടെ ഭർത്താവ് കൊച്ചിൻ്റെ പിതാവാണെന്ന് വിചാരിച്ചു. ഷെഫീഖിന് 7 വർഷവും കൊടുത്തു, 6 ലക്ഷം രൂപ പിഴയും കൊടുത്തു. 2013 ഈ സംഭവം വലിയ വാർത്തയായിരുന്നു. പക്ഷേ 11 വർഷം എടുത്തു അത് നീതി നടപ്പാക്കാൻ. എന്തായാലും കോടതിയുടെ ആ ശിക്ഷ അത്ര കഠിനമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കഠിനമായ ശിക്ഷയാണ് കോടതി കൊടുത്തെങ്കിലും, 10 വർഷത്തെ 7 വർഷം തടവാണ് കൊടുത്തെങ്കിലും, ആ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ ഇത് പോരാ ശിക്ഷയെന്ന് നമുക്ക് തോന്നും. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ
പല സ്ഥലത്തും കുട്ടികളെ പീഡിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ കൊല്ലാനായിട്ട് പരിക്കേൽപ്പിക്കുന്നതും അത് മാതാപിതാക്കളും ചെയ്യുന്ന ചരിത്രങ്ങൾ, കഥകൾ, ചെല്ലുന്ന സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ പ്രാരംഭത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തുള്ളവർ അപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യണം. ഇതേ രീതിയിലുള്ള അവസ്ഥയിലേക്ക് കൊച്ചുങ്ങളെ നമ്മൾ എത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളെ കാര്യത്തിൽ അയൽവക്കത്തുള്ളവരും പരിസരത്തുള്ളവരും ഒക്കെ അലർട്ടായിരിക്കണം. ഒരു കുട്ടിയുടെ നിലവിളി അകാരണമായി നമ്മൾ കേട്ടിയാൽ അത് പോയി അന്വേഷിക്കാൻ തയ്യാറാകണം. അത് അയൽവക്കംകാരനാണ്, വൈരാഗ്യമുള്ളവനാണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആള് സംഘടിപ്പിച്ച് എന്തിനാണ് കുട്ടി അങ്ങനെ ദയനീയമായി കരഞ്ഞത് എന്ന് പോയി കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആ വീടിൻ്റെ പരിസരത്തുള്ളവർക്കും അയൽവാസികൾക്കും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്.